ഗീതാഗോവിന്ദം സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയയെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പ്രിയനെ കിടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ആ പോകുന്ന വഴിക്ക് നമ്മുടെ രേഖയാണെങ്കിലും ഗീതു ആണെങ്കിലും ഗോവിന്ദാണെങ്കിലും പ്രിയയെ മോളെ എന്ന് പറഞ്ഞ് ഒരുപാട് വിളിക്കുന്നുണ്ട് കേട്ടോ. മോളെ കണ്ണ് തുറക്കും, മോളെ പ്രിയ മോളെ പ്രിയ മോളെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കരഞ്ഞ് വിളിച്ചിട്ടും പ്രിയ കണ്ണ് തുറക്കുന്നേ ഇല്ല കേട്ടോ. അത്രയ്ക്കൊരു സീരിയസ് കണ്ടീഷനിലാണ് നമ്മുടെ പ്രിയ. ശേഷം ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെക്ക് ചെയ്യാൻ സമയത്ത് നമ്മൾ ഡോക്ടർ പറയുകയാണ് മദർ ഈസ് നോ മോർ, കുട്ടിക്ക് ചെറിയൊരു ജീവനുണ്ട്, അത് ഗൈനക്കോളജിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മദർ ഈസ് നോ മോർ എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരുടെയും സമനില തെറ്റാണ്. എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഒട്ടും വിചാരിക്കുന്ന ഒരു കാര്യമേ അല്ല പ്രിയ മരിക്കുമെന്നുള്ളത്. എന്നിട്ട് ഗോവിന്ദാണെങ്കിൽ ആ പഴയ കാര്യമൊക്കെ ആലോചിക്കുകയാണ്. ഗോവിന്ദിൻ്റെ സമനില തീരെ തെറ്റാണ് കേട്ടോ. ആകെ ഭയങ്കരമായിട്ട് ഞെട്ടലും അതുപോലെ തന്നെ അച്ഛൻ പണ്ട് ജയിലിൽ നിന്ന് പറഞ്ഞ കാര്യമൊക്കെ ആലോചിക്കുകയാണ്. കുഞ്ഞായിരുന്നപ്പോൾ ഞാനില്ലെങ്കിലും നിനക്ക് ഞാനൊരു ജീവനെ തന്നിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ ആ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഗോവിന്ദ് കരഞ്ഞ് ഭയങ്കരമായൊരു അവസ്ഥയിലെത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഗോവിന്ദ് കരഞ്ഞ് പ്രിയമോളുടെ നെഞ്ചിൽ കിടന്നിങ്ങനെ കരയുമ്പോൾ ഒരു ചെറിയൊരു മിടുപ്പ് തോന്നും ഗോവിന്ദന്. എന്നിട്ട് ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയും, ഡോക്ടറെ എനിക്ക് ഹൃദയമിടിപ്പ് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്, ഒന്ന് നോക്കൂ ഡോക്ടറെ എന്ന് പറഞ്ഞ് ഡോക്ടറോട് പറയും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയും, അത് ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്, എല്ലാം നിങ്ങളുടെ തോന്നലാണ്, അങ്ങനെ ഒരിക്കലും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല, ഞാൻ ചെക്ക് ചെയ്തതല്ലേ, പൾസും അതുപോലെ തന്നെ BP ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഉണ്ട് എന്ന് പറയുമ്പോൾ നോക്കാനാണോ ഡോക്ടർക്ക് ഇത്രയും മടി, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗോവിന്ദ് അവരോട് ചൂടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേറൊരു ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഡോക്ടർ പറയും, ഷീസ് അലീവ് പറഞ്ഞിട്ട് വേഗം ICUവിലേക്ക് കയറ്റാനായിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് വേഗം അങ്ങോട്ടേക്ക് ICUവിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഗോവിന്ദിന് കുറച്ച് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സമനില തീരെ തെറ്റിയിട്ട് എന്തൊക്കെയോ പറയുകയാണ് ചെയ്യുന്നത്. വല്ലാതെ സമനില തെറ്റുമ്പോൾ ഒരാൾ സംസാരിക്കുന്ന പോലെയൊക്കെയുള്ള സംസാരങ്ങളാണ്. അവൾക്കൊന്നുമില്ല, പ്രിയയ്ക്കൊന്നും ഉണ്ടാവില്ല, അയ്യപ്പേട്ട ഒന്നും ഉണ്ടാവില്ല, പ്രിയയ്ക്കൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഗീതുവിൻ്റെ അടുത്തും പറയുന്നുണ്ട്, അയ്യപ്പേട്ടൻ്റെ പറയുന്നുണ്ട്, രേഖ. അത് മാത്രമല്ല ഗോവിന്ദ് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീതുവിൻ്റെ അടുത്ത് പറയും, ഒന്നുമില്ല രഞ്ജിൻ്റെ അടുത്ത് വിളിച്ച് പറ, പ്രിയമോൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് വിളിച്ച് പറ, ഇപ്പം തന്നെ വിളിച്ച് പറ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ, സമനില തെറ്റിയിട്ട്. ആ സമയം അവിടെ വരുൺ വരുന്നുണ്ട്. വരുൺ വരുമ്പോൾ രാധികാമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വരുൺ പറയാണ് BPയിൽ വേരിയേഷൻ വന്നിട്ട് അവിടെ കിടത്തിയിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് വന്നിട്ട് വരുണിനോട് പറയും, രാധികാമ്മയോട് പറയണം ഒരു കുഴപ്പമില്ല എന്ന് പറയണം, പ്രിയമോൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് പറയാം, അല്ലെങ്കിൽ ഗീതു നീ പറ, നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും പറയണം, എന്നാലേ ശരിയാവുള്ളൂ, നമ്മളാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളവരെന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം ഗീതു അവിടെ ഇരുത്തുകയാണ് ചെയ്യുന്നത്, ഗോവിന്ദനെ ഒരു ഭാഗത്ത് ഇരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഗീതു വരുണിനടുത്ത് പറയുന്നുണ്ട്, അമ്മയുടെ നില ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലായിരിക്കും, അമ്മയ്ക്ക് അത്രയും പ്രിയപ്പെട്ടതല്ലേ പ്രിയ, അമ്മയ്ക്കൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അമ്മയുടെ കൂടെ ആരെങ്കിലും വേണമെന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വരുൺ പറയും, രേഖ ഇപ്പോൾ പോയിട്ടുണ്ടല്ലോ, ഞാനും ഇനി അങ്ങോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് വരുൺ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് രേഖയെ കാണുന്നുണ്ട്. എന്നിട്ട് രേഖയോട് പറയുകയാണ്, അമ്മ ഇത്രയും നാൾ പ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഭദ്രൻ്റെ ഫാമിലിയോട് എല്ലാം ക്ഷമിച്ചത്, ഇനി എല്ലാവരും അമ്മയുടെ പുതിയ മുഖമായിരിക്കും കാണുക, ഇനി ആരോടും അമ്മ ക്ഷമിക്കില്ല, അമ്മയുടെ പുതിയ മുഖമായിരിക്കും കാണുക എന്ന് പറഞ്ഞ് വരുൺ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വരുൺ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രാധികാമ്മ ഒരു ഇരുട്ട് ഉള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ. ശേഷം ഇങ്ങനെ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ വരികയായിരിക്കും. അപ്പോൾ അതൊരു പുതിയ മുഖമായിരിക്കും, രാധികാമ്മ മാറി കേട്ടോ, വേറൊരു ആളാണ് ഇനി മുതൽ രാധികാമ്മയായിട്ടുണ്ടാവുക. എന്നിട്ട് വരുൺ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ രാധികാമ്മ പറയും, ഞാൻ പ്രിയമോളുടെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു, അറക്കൽ വീടിൻ്റെ വിളക്കാണ് അവൾ, ഒരിക്കലും അണയിലെന്ന് കരുതിയ ആ ഒരു വിളക്കാണ് അവിടെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന രാധികാമ്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ അവസാനിക്കുന്നത്. കൂടുതൽ വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.